അബ്രഹാം കത്തി ഉയർത്തുമ്പോൾ ഉയർത്തിയ കത്തിക്കും ആ കുഞ്ഞിന് മധ്യത്തിൽ ഉയർത്തിയ കത്തിക്കും ഇസഹാക്കിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ വിളി വെളിപ്പെടുന്നു, അബ്രഹാമേ അബ്രഹാമേ. സ്തോത്രം. അതെ, വളരെ അർജൻസിയായി ദൈവം വെളിപ്പെടുകയാണ്, വളരെ അർജൻറ്റായി കർത്താവ് വിളിക്കുകയാണ്. ഒരു സെക്കൻഡ് തെറ്റിപ്പോയാൽ ഇസഹാക്ക് പല കഷ്ണങ്ങൾ ആയി പോകും. സ്തോത്രം. എന്നാൽ ഇസഹാക്ക് ഒരു കാരണവശാലും സ്തോത്രം നശിക്കാൻ പാടില്ല. ദൂതിതാണ്, ശ്രദ്ധിക്കണമേ, വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല, വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല. ഭൂമിയിൽ നിന്ന് ആരാധന ഉയർന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് വാഗ്ദത്തം കടന്നു വന്നു. ഒരിക്കൽ കൂടെ, ഭൂമിയിൽ നിന്ന് ആരാധന ഉയർന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് വാഗ്ദത്തം കടന്നു വന്നു. സോ ആ വാഗ്ദത്തങ്ങൾക്കായി സ്വർഗം തുറക്കണമെങ്കിൽ ഹൃദയം തുറന്ന് അധരം തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് വാഗ്ദത്തം മഞ്ഞ് പോലെ മഴ പോലെ സ്വർഗത്തിൽ നിന്ന് വീഴുന്നത്. സ്തോത്രം. ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ പൊടിക്കുന്നു. സ്തോത്രം. ഇസഹാക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽത്തിരികളെ പോലെ ഞാൻ നിനക്ക് മക്കളെ നൽകി തരും. സോ ഇസഹാക്ക് ഒരു അവസാനമല്ല, ഇസഹാക്ക് ഒരു ആരംഭമാണ്. ഇസ്മായിൽ പോകും, പക്ഷെ ഇസഹാക്ക് നഷ്ടപ്പെടത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതാണ് ദൂത്. നിങ്ങളുടെ വാഗ്ദത്തം ഒരിക്കലും ചാരമാകത്തില്ല. അവനെ ഹോമയാഗം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവനെ എരിച്ച് ചാരമാക്കണം. നോ, നിന്റെ ഇസ്മായിൽ ചാരമാകാം, ഇസ്മായിൽ നഷ്ടപ്പെടാം, പക്ഷെ ഇസഹാക്ക് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ദൈവം ഇടപെട്ട് പറഞ്ഞു, സ്തോത്രം, അബ്രഹാമേ അബ്രഹാമേ. യേശു ഇടപെടുന്നു, യേശു നിന്നെ വിളിക്കുന്നു. എന്തിനു വേണ്ടി? നിന്റെ വാഗ്ദത്തം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി. നിന്റെ വാഗ്ദത്തങ്ങളുടെ മേൽ ഒരു പ്രത്യേക കാവലുണ്ട്, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഒരു കരുതലുണ്ട്.